നെയ്യാറ്റിൻകരയിലെ സമാധി വിവാദത്തിലെ ദുരൂഹത നീക്കാൻ പോലീസ്. ഗോപൻ സ്വാമിയുടെ മരണം സംബന്ധിച്ച മക്കളുടെ മൊഴിയിൽ ദുരൂഹതയെന്ന് പോലീസ് പറയുന്നു. മരണദിവസം വീട്ടിൽ വന്ന നെയ്യാറ്റിൻകര സ്വദേശികളെക്കുറിച്ചും അന്വേഷണമുണ്ട്. സ്ലാബ് പൊളിക്കുന്നത് സംബന്ധിച്ച് കുടുംബത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. എതിർത്ത് ഹൈക്കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഗോപൻ സ്വാമി രാവിലെ 11 മണിക്കാണ് മരിച്ചതെന്നും പിറ്റേ ദിവസം പുലർച്ചെ വരെ ആരെയും മരണവിവരം അറിയിച്ചിരുന്നില്ലെന്നും കുടുംബം റിപ്പോർട്ടറിനോട് സമ്മതിച്ചു. മരണം ഉറപ്പിച്ചതിന് ശേഷമാണ് പൂജ നടത്തി സ്ലാബ് മൂടിയതെന്ന് ഭാര്യയും മകനും വ്യക്തമാക്കി. അച്ഛൻ സമാധിയാകുന്ന കാര്യം 3 ദിവസത്തിന് മുന്നേ തന്നെയാണ് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പൾസിലൊന്നും ഒരു അനക്കമില്ലായിരുന്നെന്ന് അത് പോയിട്ട് ശ്വാസം മൂക്കിലില്ല. നല്ല രീതിയിലുള്ള ഒരു ഉറപ്പിച്ചാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. സമാധി ചടങ്ങുകളോടെ തന്നെയാണ് അച്ഛനെ സമാധി ചടങ്ങുകൾ ചെയ്തത്. അപ്പോൾ 2 സൈഡും കെട്ടിയെടുത്ത ഞാനും അനുജൻ തന്നെയാണ്. മോൻ പറഞ്ഞ് അമ്മ അങ്ങനെ ഇവിടെ കിടന്ന് വിളിച്ച അച്ഛൻ്റെ പൂജ നമുക്ക് കറക്റ്റായി ചെയ്യാൻ പറ്റൂല. അമ്മ കരയിൽ ഞങ്ങളോട് സഹകരിക്കണം. നമുക്കൊപ്പം റഹീസ് റഷീദ് ചേരുന്നുണ്ട്. റഹീസ് റഷീദ്, മൊഴികളിലൊക്കെ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർക്ക് നോട്ടീസ് സെർവ് ചെയ്തിട്ടുണ്ടോ പോലീസ്? എന്താണ് ഈ കുടുംബത്തിന്റെ ഒരു അഭിപ്രായം? അവർ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമോ? എന്താണ് അറിയാൻ സാധിക്കുന്നത്? ഡോക്ടർ അരുൺ, ഇന്നലെ വൈകുന്നേരം തന്നെ ഇവർക്ക് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. അക്കാര്യം നമ്മൾ രാവിലെ പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷം നോട്ടീസ് ലഭിച്ചതിന് ശേഷം അടുത്ത നടപടികളിലേക്ക് കുടുംബം കടക്കുകയാണ്. അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം. അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായി അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലിരുന്ന വിവരങ്ങളും മറ്റും അഭിഭാഷകൻ വീട്ടിലെത്തി ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഹൈക്കോടതിയിൽ ഒരു സീനിയറായ അഭിഭാഷകൻ്റെ കയ്യിലേക്ക് തന്നെ കൊടുത്ത് ഇതിൽ പോലീസിൻ്റെ നടപടിക്രമങ്ങൾ നിർത്തിവെക്കാനുള്ള നിർദ്ദേശം നൽകണം എന്ന കുടുംബത്തിൻ്റെ ആവശ്യം ഉന്നയിക്കുകയാണ് ചെയ്യുക. ഇന്ന് വീണ്ടും ഉത്തരവ് ഇറങ്ങുമെന്നാണ് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായത്. ഇന്നലെ ഒരു ഉത്തരവിറങ്ങി. അത് ഈ സ്ലാബ് പൊളിച്ച് നീക്കി ഗോപൻ സ്വാമിയെ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനുള്ള ഒരു ഉത്തരവായിരുന്നു. ചില സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ബന്ധുക്കളുടെ ഇടപെടലിൻ്റെ പശ്ചാത്തലത്തിൽ അവർ എതിർപ്പ് ഉന്നയിച്ചതോടുകൂടി ഇന്നലെ അത് പൊളിക്കേണ്ട എന്ന തീരുമാനത്തിലെത്തി. ഇന്ന് വീണ്ടും അത് പൊളിക്കാനുള്ളത് ഒരു ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം ഉത്തരവായി തന്നെ ഇറങ്ങുമെന്ന് മനസ്സിലാക്കുന്നു. നാളെ ഈ സ്ലാബ് പൊളിച്ചു മാറ്റി ഗോപൻ സ്വാമിയെ പുറത്തെത്തിക്കുക എന്നതായിരിക്കും ആ ഉത്തരവിൽ ഉണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അതിനോടൊപ്പം തന്നെ ഇവർ റിട്ട് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കും. ഇത് കോടതി നടപടികളിലേക്ക് നീളും എന്നതാണ് ചുരുക്കം. സ്വാഭാവികമായും ഇന്ന് ഹർജി ഫയൽ ചെയ്താൽ ഇന്ന് തന്നെ അത് കോടതി എടുക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ നാളെ ഇത് പൊളിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം പോയാൽ ആ നോട്ടീസും ഇവർക്ക് നൽകേണ്ടി വരും. ആ നോട്ടീസുമായി അടിയന്തരമായി ഈ വിഷയത്തിൽ ഹർജി കേൾക്കണം എന്നൊരാവശ്യമായിരിക്കും ഇവർ ഉന്നയിക്കാൻ പോവുക. മറ്റൊന്ന്, ഈ മക്കളുടെ മൊഴിയിൽ ആദ്യ മൊഴിയിൽ വ്യക്തതക്കുറവുള്ളതുകൊണ്ട് പോലീസ് ഇന്നലെ വീണ്ടും മൊഴി രേഖപ്പെടുത്തി. ആ മൊഴിയിലും മക്കളായ സദാനന്ദനും പറയുന്നതിൽ ഒരു സംഭവം തന്നെ പറയുന്നതിൽ ചില വ്യക്തതക്കുറവ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട പോലീസ് അന്വേഷണം നടക്കുന്നത് അന്നേ ദിവസം നമ്മൾ നിൽക്കുന്ന ഈ വീട്ടിൽ പുറത്തുനിന്ന് 2 പേർ കൂടി വന്നിരുന്നു എന്നൊരു മൊഴി പോലീസിന് മക്കൾ നൽകിയിട്ടുണ്ട്. അത് ആരാണ് എന്നതറിയാനുള്ള ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നു. നെയ്യാറ്റിൻകരയ്ക്ക് സമീപമുള്ള പ്ലാവില സ്വദേശികളായ ദമ്പതിമാരാണ് അന്നിവിടെ വന്നത് എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ അകന്ന ബന്ധുക്കളാണ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇതിനു മുമ്പൊക്കെ ഇവർ മാധ്യമങ്ങളോടും മറ്റും പറഞ്ഞത് ഇങ്ങോട്ട് ബന്ധുക്കളോ നാട്ടുകാരോ സുഹൃത്തുക്കളോ ഒന്നും വരവില്ല എന്നാണ്. പക്ഷേ ഗോപൻ സ്വാമി മരിച്ച ദിവസം തന്നെ 2 പേർ ഇവിടെ എത്തി എന്ന മക്കളുടെ മൊഴിയുള്ളത് കൊണ്ട് അക്കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ദുരൂഹത ഇക്കാര്യത്തിൽ ഉണ്ടെങ്കിൽ അത് മാറ്റുക എന്ന ലക്ഷ്യത്തിലാണ് പോലീസ് അത്തരത്തിലുള്ള അന്വേഷണം നടത്തുന്നത്. ഇന്ന് ഇവിടെ പൊളിക്കൽ നടപടി ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പുണ്ട്. അല്പസമയം മുമ്പ് നെയ്യാറ്റിൻകര DYSP N ഷിജുവിനോട് നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്ന് അത്തരത്തിലൊരു നടപടികളും ഉണ്ടാകില്ല. ഇനി ഒരു ഉത്തരവ് വന്നതിന് ശേഷമാണ് മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുന്നു.